പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്ത്യക്ക് അല്ലെങ്കിൽ ഭാരതത്തിന് വീണ്ടും ഉണ്ടാകുന്ന ഒരു ഭീഷണിയെ കുറിച്ചാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള അമേരിക്കയുടെ തീരുമാനത്തെക്കുറിച്ച്. ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് ഉള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു തീരുമാനം, അതിലും ഭീകരമായിട്ടുള്ള, ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു തീരുമാനമാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും തന്നെ ഭീകര സംഘടനയുടെ കേന്ദ്രമായിട്ടുള്ള, എക്കാലത്തും ഇന്ത്യയുടെ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ, ഭീകരർക്ക് ഏറ്റവും കൂടുതൽ ട്രെയിനിങ് കൊടുക്കുന്ന കേന്ദ്രം, ലോകത്തിലെ സമാധാനം കെടുത്തുന്ന ഭീകര സംഘടനകൾ വാഴുന്ന നിരവധിയായിട്ടുള്ള ഭീകര സംഘടനകൾ വാഴുന്ന പാകിസ്ഥാൻ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അടുത്തയിടെ ഇന്ത്യയിലേക്ക് കാശ്മീരിലെ പഹൽഗാം എന്ന സ്ഥലത്ത് നിരപരാധികളായ 26 പേരെ ദാരുണമായി കൊല ചെയ്യപ്പെട്ട സംഭവം. അത് പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം ലഭിച്ച ഭീകരരാണ്. അങ്ങനെ ഇന്ത്യക്ക് എക്കാലത്തും ഭീഷണിയായിട്ടുള്ള ആ പാകിസ്ഥാനെ എല്ലാവിധ സഹായങ്ങളും നൽകാനുള്ള ഒരു തീരുമാനമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതിലൊന്നാമത്തെ എന്ന് പറയുന്നത്, പാകിസ്ഥാന്റെ മണ്ണിൽ ഉപയോഗിക്കാതെ കിടന്നിരുന്ന എണ്ണ പാടശേഖരങ്ങൾ അമേരിക്കയുടെ ശാസ്ത്ര സാങ്കേതിക സഹായത്തോടുകൂടി എണ്ണ ഖനനം ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും ലഭ്യമാക്കിക്കൊണ്ടുള്ള ഒരു കരാറിൽ അവർ ഒപ്പിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ പാകിസ്ഥാൻ എയർ ഫോഴ്സ് ചീഫായിട്ടുള്ള സമീർ ബാബർ അഹമ്മദ് സിദ്ധു എന്ന് പറയുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥൻ അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയമായിട്ടുള്ള പെന്റഗൺ സന്ദർശിക്കുകയും അവിടുത്തെ സൈനിക മേധാവികളുമായി ചർച്ച നടത്തി പാകിസ്ഥാനിലേക്ക് F-16 ജെറ്റ് വിമാനങ്ങളും അതുപോലെ തന്നെ AIMS 7 സ്പാരോ മിസൈലുകളും ഹിമാറസ് റോക്കറ്റ് സിസ്റ്റവും കൈമാറാനുള്ള ഒരു കരാറിൽ അവർ ഒപ്പിട്ട് കഴിഞ്ഞു. അതുപോലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കൻ വൈറ്റ് ഹൗസിലേക്ക് അമേരിക്കൻ സൈന്യോദ്യോഗസ്ഥനായ ആസിം മുനീറിനെ ഒരു വിരുന്നിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവിടെ പലവിധ സൈനിക ചർച്ചകൾ നടത്തുകയും അവർക്ക് വേണ്ട സഹായങ്ങളും നൽകുകയും ചെയ്തു. അത് ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിന് എത്രയോ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇത് എന്ന് പറയുന്നത് അമേരിക്കയുടെ പൊള്ളത്തരമാണ്. ലോകത്തെ മുഴുവൻ ഭീകര സംഘടനകളെ അടിച്ചമർത്തും, ഭീകരതയെ പ്രോത്സാഹിപ്പിക്കില്ല, ഭീകരത ഒരിക്കലും വാഴാനായിട്ട് അനുവദിക്കില്ല എന്ന് പറയുന്ന അമേരിക്കയുടെ വൃത്തികെട്ട വഞ്ചനാകരമായ ഒരു സമീപനമാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെ ഇന്ത്യക്ക് ഭീഷണിയായിട്ടുള്ള ഈ തീരുമാനത്തെ നമ്മുടെ രാജ്യം ശക്തിയുക്തം നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് നമുക്ക് വലിയ വില നൽകേണ്ടി വരും. അമേരിക്ക ഒരു കാര്യം ഓർക്കണം, 2001 സെപ്റ്റംബർ 11
ലോകത്തിലെ തന്നെ ഏറ്റവും വ്യാപാര കേന്ദ്രമായ സമുച്ചയമായ വേൾഡ് ട്രേഡ് സെന്റർ അതിനെ ഇടിച്ച് തരിപ്പണാക്കിക്കൊണ്ട് വിമാനങ്ങൾ കുത്തിക്കയറ്റിക്കൊണ്ട് ഭീകരമായൊരാക്രമണം അഴിച്ചുവിട്ട ഭീകര സംഘടനകൾ അത് അമേരിക്ക ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തെ മറന്നുകൊണ്ട് ഈ പാകിസ്ഥാന് കൊടുക്കുന്ന സഹായങ്ങൾ അത്യന്തം ഖേദകരമാണ്, പ്രതിഷേധാർഹമാണ്. അതുപോലെ തന്നെ USSR നിലവിലുള്ള കാലത്ത് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുമ്പോൾ USSRനെതിരെ അമേരിക്ക താലിബാനെ അകമഴിഞ്ഞ് സഹായിച്ച ചരിത്രം നമുക്കറിയാം. അങ്ങനെ താലിബാനെ വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ള അമേരിക്ക അത് അവർക്ക് തന്നെ ഏറ്റവും വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ പറയുന്നത് പാകിസ്ഥാന്റെ ഈ സഹായങ്ങൾ വാഗ്ദാനങ്ങൾ ലോകത്തെ ഒക്കെ തന്നെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാനുള്ള ഒരു നടപടിയാണ്. അതുകൊണ്ട് ഇത് ഏറ്റവും അധികം പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ ഇന്ത്യക്കാർ നമ്മുടെ രാജ്യം കരുതിയിരിക്കേണ്ടതാണ്. നമ്മുടെ സംരക്ഷണത്തിന് സ്വദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം പ്രയത്നം കൊണ്ട് സ്വന്തം ശാസ്ത്രജ്ഞന്മാരുടെ പ്രയത്നം കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് പ്രതിരോധ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സംരക്ഷണത്തിന്റെ ശക്തി കൊടുക്കണം. ഇന്ത്യ ഗവൺമെന്റ് ഇതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇവിടെ പറയാനുള്ളത്. നമ്മൾ ഓരോരുത്തരും നമ്മളാലാവുന്നത് ഇന്ത്യയിൽ തന്നെ മാർക്കറ്റ് കണ്ടെത്തിക്കൊണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിച്ചുകൊണ്ട് ഇവിടെ തന്നെ മാർക്കറ്റ് ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷൻ ഇവിടുത്തെ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ തന്നെ ഇവിടെ തന്നെ മാർക്കറ്റ് കണ്ടെത്തി അതിന് സെയിലും മറ്റും കാര്യങ്ങളും ഉണ്ടാക്കി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാനുള്ള എല്ലാ നടപടികളും ഇവിടുന്ന് തന്നെ ഉണ്ടാകണം. വിദേശ ശക്തികളെ ആശ്രയിക്കാതെ തന്നെ സ്വയം പര്യാപ്തമായ ഒരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മളെ ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ഇന്ത്യയുടെ രക്ഷയ്ക്കായി കൈകോർത്ത് പിടിക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.